അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് വദൂദ് എന്നത്. സ്നേഹനിധിയായവൻ, കൂടുതലായി സ്നേഹിക്കുന്നവൻ എന്നൊക്കെ ഇതിന് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ 2 പ്രാവശ്യമാണ് ഇത് വന്നത്. ഇതിൻ്റെ അബ്ജദിയത്ത് 20. എല്ലാ സൃഷ്ടികൾക്കും ഖൈറിനെ, നന്മയെ ഇഷ്ടപ്പെടുന്നവൻ, സർവ സൃഷ്ടികൾക്കും വലിയ ബഹുമതി ഉണ്ടാകണമെന്നും എല്ലാ സൃഷ്ടികളും വലിയ അനുഗ്രഹത്തിൽ ആകണമെന്നും ഉദ്ദേശിക്കുന്നവൻ, എല്ലാ സൃഷ്ടികളും ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാഗ്യമുള്ളവരാകണം, തൗഫീഖുള്ളവരാകണം എന്ന് ഇഷ്ടപ്പെടുന്നവൻ എന്നൊക്കെ ഇതിന് അർത്ഥം പറയാം. വുദ് എന്ന പദത്തിൽ നിന്നാണ് വദൂദ് എന്നതുണ്ടായത്. വുദ് എന്നാൽ തൗഫീഖ് എന്നാണ് അതിന് പല പണ്ഡിതന്മാരും അർത്ഥം പറഞ്ഞത്. ഖൽഖുൽ ഖുദ്റത്തി അല ത്വാഅത്തി, അള്ളാഹുവിന് വഴിപ്പെടലിൻ്റെ മേലിൽ ശക്തിയെ സൃഷ്ടിക്കുക. അള്ളാഹുവിന് വഴിപ്പെടാനുള്ള കഴിവും ശക്തിയും നമുക്ക് അള്ളാഹു നൽകുക. ഇതൊക്കെയാണ് തൗഫീഖ് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്ന സമയത്ത് മറക്കാതെ ദുആ ചെയ്യേണ്ട ഒരു കാര്യമാണ് തൗഫീഖ്. അള്ളാഹുവെ, തൗഫീഖുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്ന്. അള്ളാഹു അവന് വഴിപ്പെടുന്ന ആളുകളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ജീവിക്കുന്ന അടിമകൾക്കും അല്ലാത്തവർക്കും ഒരുപാട് ഖൈറുകൾ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് വദൂദ് എന്ന ഇസ്മിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒരാൾ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് വദൂദ് എന്ന ഒരു ബോധത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരുടെ സ്നേഹം അവൻ മറന്നുപോകുന്നു. എനിക്കെൻ്റെ റബ്ബിൻ്റെ സ്നേഹം ലഭിച്ചാൽ മതി, റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, പ്രീതി ലഭിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ പരിശ്രമിക്കുന്ന ഒരു തലത്തിലേക്ക് അവൻ ഉയരുന്നു. ഈ ഇസ്മുമായിട്ട് തഅല്ലുഖ് ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോവുക. റബ്ബിനോടുള്ള ഹുബ്ബ്, മവദ്ദത്ത്, അതിനെ റബ്ബിന് ഇബാദത്ത് ചെയ്ത് വഴിപ്പെട്ട് റബ്ബിൻ്റെ കൽപ്പനകളൊക്കെ അംഗീകരിച്ച് ജീവിക്കലിലൂടെ അവൻ നിലനിർത്തിക്കൊണ്ടു പോവുക. തീർച്ചയായും അള്ളാഹുവിന് വഴിപ്പെടാത്ത ഒരവസ്ഥ അവനിൽ ഉണ്ടാകാതിരിക്കുക, അള്ളാഹുവിനെ മറന്നുപോകുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകാതിരിക്കുക, ഏത് സമയത്തും റബ്ബിനെക്കുറിച്ചുള്ള സ്മരണ അവനിൽ ഉണ്ടാവുക. ഇതൊക്കെ വദൂദ് എന്ന ഇസ്മുമായി ബന്ധം പുലർത്തുന്ന സമയത്ത് നമ്മിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ്. കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആ ഒരു ചിന്താഗതി പാടെ മാറ്റിവെച്ച് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ്, അടിമയായ എൻ്റെ കടമകളാണ്
ആ റബ്ബിന് ഇബാദത്ത് ചെയ്യൽ എന്ന വിശ്വാസത്തോടെയും ചിന്താഗതിയോടെയും നാം റബ്ബിനെ ആരാധിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണ് എന്നാണ്. ആ നിലക്കാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. വദൂദ് എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാ സൃഷ്ടികളിലേക്കും നന്മ ചെയ്യുക, നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ സൃഷ്ടികളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുക, അല്ലാഹുവിൻ്റെ അടിമകളിലെ സജ്ജനങ്ങളെ കൂടുതലായി സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, എല്ലാ സൃഷ്ടികളോടും വദൂദായി നമ്മൾ മാറുക. ജനങ്ങൾ വെറുക്കുന്ന ദൂതുകളായി നമ്മൾ മാറരുത്. ദൂത് എന്ന് പറഞ്ഞാൽ പുഴു എന്നാണ് അർത്ഥം. പുഴു എന്ന ജീവിയെ ജനങ്ങൾ വെറുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ജനങ്ങൾ വെറുക്കുന്ന ദൂതുകളായി മാറാതെ ജനങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന വദൂദായി, ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന വദൂദായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഒരു അവിശ്വാസിയായ മനുഷ്യനെ കാണുമ്പോൾ അവനിൽ ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അവനിൽ ഈമാൻ എത്താനുള്ള വഴികളും അതേപോലെ തന്നെ അവനിൽ ഈമാൻ എത്തിയാൽ അവൻ രക്ഷപ്പെടുമല്ലോ എന്ന നിലക്ക് ഉള്ള ചിന്തയും അവനിൽ ഈമാൻ എത്തിച്ചേരലിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഒരു ദോഷിയെ കാണുമ്പോൾ അവൻ തൗബ ചെയ്തെങ്കിൽ എന്ന കൊതി നമ്മളിൽ ഉണ്ടാകണം. ഒരു നല്ല മനുഷ്യനെ കാണുമ്പോൾ ആ നന്മയിൽ അവൻ നിലനിൽക്കണമെന്ന ആ ഒരു ഇഷ്ടമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. പൊതുവെ മനുഷ്യരിൽ മനുഷ്യ സഹജമായി കാണപ്പെടുന്ന വലിയൊരു കേടാണ് മറ്റുള്ള ആളുകളിൽ തിന്മ കാണുമ്പോൾ അതിലായിരിക്കും സന്തോഷം കണ്ടെത്തുന്നത് പല ആളുകളും. 100 നന്മകൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ നമ്മൾ നോക്കുന്നത് അവനിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടോ എന്നാണ്. ഒരു തിന്മ അവനിൽ കാണുമ്പോഴാണ് പല ആളുകൾക്കും ഒരു സമാധാനം തന്നെ ഉണ്ടാകൽ. കാരണം അപ്പോഴാണ് പിശാച് അവനെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് ഓനെത്തുകയുള്ളൂ. പിശാചിന് വലിയ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ കുറവുകൾ നോക്കിക്കാണുക എന്നത്. അതേപോലെ തന്നെ നീ നിന്നെ തൊട്ട് ഫന ആയി, നിന്റെ സ്നേഹത്തെ തൊട്ട് ഫന ആയി, നിന്റെ റബ്ബിൻ്റെ സ്നേഹം കൊണ്ട് ബഖാ ആയി പോകുന്ന അവസ്ഥ ഉണ്ടാകണം. അഥവാ ഞാൻ സൃഷ്ടികളെ സ്നേഹിക്കുന്നത് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആകരുത്, എൻ്റെ എന്തെങ്കിലും ദുന്യവിയായ ഗുണങ്ങൾക്ക് വേണ്ടിയാകരുത്, മറിച്ച് റബ്ബിൻ്റെ സ്നേഹമാണ്, അത് ഞാനൊരു സബബായി എന്നിലൂടെ അവർക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസ്തരി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ, ഞാൻ ഒരത്ഭുതകരമായ വസ്തുവാണ് എന്നെ കാണുന്നവർക്ക്. കാരണം ഞാനാണ് ഇഷ്ടപ്പെടുന്നവനും അതേപോലെ തന്നെ മഹബൂബും, സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും ഞാനാണ്. ഇവിടെ രണ്ടാമതൊരാളില്ല എന്ന രൂപത്തിലുള്ള അർത്ഥതലങ്ങളുള്ള ബൈത്തുകളൊക്കെ മഹാനവറുകൾ പാടിയിരുന്നത് ചില കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, അത് റബ്ബിൻ്റെ സ്നേഹമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും വേണം. സൃഷ്ടികളിലെ വദൂദിനെ മഹാന്മാരായ ആളുകൾ പരിചയപ്പെടുത്തുന്നത് തൻ്റെ ശരീരത്തിന് ഉണ്ടാകണമെന്ന്
ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഖൈറുകൾ ഉണ്ടോ, നന്മകളുണ്ടോ, അതൊക്കെ മറ്റു സൃഷ്ടികൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് സൃഷ്ടികളിലെ വദൂദ്. നമുക്ക് ദേഷ്യമുണ്ടാവുക എന്നതോ പകയും വിദ്വേഷവും ഉണ്ടാവുക എന്നതോ മറ്റുള്ളവർക്ക് നന്മ എത്തിച്ചേരുന്നതിനെ തടയുന്ന കാര്യങ്ങൾ ആകരുത്. പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനെ തൊട്ട് നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കാറുണ്ട്. ആ ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലുള്ള വദൂദുകളാവുകയുള്ളൂ. വദൂദ് എന്ന ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്ത് നമ്മളിൽ ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹാന്മാർ പറയുന്ന ഒരു കാര്യം, ഈ ഇസ്മ് ധാരാളമായി നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും ആ ചൊല്ലുന്ന വീടുകളിൽ വലിയ സ്നേഹം നിലനിൽക്കുമെന്നാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായ അകൽച്ചകൾ ഉണ്ടാവുകയും അത് പിന്നീട് ശാരീരിക അകൽച്ചകളിലേക്കും കുടുംബപരമായ അകൽച്ചകളിലേക്കും എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. അതിൽ നിന്നൊക്കെ രക്ഷ ഉണ്ടാകാൻ ഓരോ വീട്ടിലുള്ളവരും ഈ മഹത്തായ ഇസ്മ പതിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകുമെന്നാണ്. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവുക എന്നത് ഈ ഇസ്മ അധികരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നേട്ടമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.